അസ്സലാമലൈക്കും പ്രിയ ഹബീബിങ്ങളെ. എന്തൊക്കെ വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്ന് നമ്മുടെ ഡേ 5 ഇമോഷണൽ ഡീറ്റോക്സിന്റെ ദിവസമാണ്. ഹൃദയം വേദനിപ്പിച്ച കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്ന ദിവസം. ഇന്നത്തെ വിഷയം, നമ്മളിൽ പലരും വർഷങ്ങളായിട്ട് ചില വേദനകൾ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. ആരോ പറഞ്ഞൊരു വാക്ക്, ആരോ ചെയ്തൊരു തെറ്റ്, നഷ്ടപ്പെട്ട ഒരു ബന്ധം, നിറവേറാത്ത ഒരു സ്വപ്നം. പുറത്ത് നമ്മൾ ചിരിക്കുന്നുണ്ടാവും, പക്ഷെ ഉള്ളിൽ ഹൃദയം ഇപ്പോഴും ആ വേദനയിലാണ്. ഇന്ന് ആ ഭാരങ്ങൾ അള്ളാഹുവിൽ ഏൽപ്പിക്കുന്ന ദിവസമാണ്. ഇമോഷണൽ ബാഗേജ് എന്താണ്? നമ്മൾക്ക് ബാഗേജുകൾ കൊണ്ട് നടക്കൂലേ? എന്ന് വെച്ചാല് മാറാപ്പ് കെട്ടുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ വിഷമങ്ങളും വേദനകളൊക്കെ ഒരു കെട്ടാക്കിയിട്ട് ഒരു ബാഗിലാക്കിയിട്ട് നമ്മൾ ചുമന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ എന്തൊക്കെയുള്ളത്? നമ്മൾ ക്ഷമിക്കാത്ത വേദനകള്, മറക്കാൻ ശ്രമിച്ച ഓർമ്മകള്, ആരോടും പറയാത്ത കണ്ണീര്, വേദനകള്, ഇവയെല്ലാം ഭാരമായിട്ട് കിടക്കുകയാണ് ഹൃദയത്തില്. ഇതെല്ലാം ഒരു ഒരു കവറിലാക്കി ഒരു കെട്ടാക്കിയിട്ട് നമ്മൾ പുറത്തിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് മുന്നോട്ട് പോകാൻ കഴിയാത്തത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെ നമ്മൾക്ക് ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഭാരമായി കിടക്കുന്ന സമയത്ത്, പിന്നീട് നമുക്ക് അമിതമായ ചിന്ത, വിഷമം, കോപം, ആത്മവിശ്വാസക്കുറവ്, ഇബാദത്തിൽ മനസ്സില്ലായ്മ, ഇങ്ങനെ പലതായിട്ടാണ് പുറത്തു വരിക. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ സങ്കടപ്പെടുന്നതൊന്നും ആ ഒരു കാര്യത്തിന് മാത്രമായിരിക്കില്ല. ഒരു ചെറിയ ഒരു മുറിവുണ്ടെങ്കിൽ, അല്ലെ, നമ്മളെ ചെറുവിരലിന് ഒരു മുറിവുണ്ടായാൽ അത് എവിടെ തട്ടിയാലും നമുക്ക് വേദനിക്കും. അതുപോലെയാണ് ഹൃദയത്തിൽ ഭാരമായിട്ട് വേദനകളും മുറിവുകളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ചെറിയ ഒരു തട്ട്, ഒരുപക്ഷെ മറ്റൊരാളുടെ സംസാരം, അവര് ഉദ്ദേശിച്ചിട്ട് പോലും ഉണ്ടാവില്ല നിങ്ങളെ വേദനിപ്പിക്കണം എന്നുള്ളത്, പക്ഷെ അത് തട്ടി നമ്മൾ വേദനിക്കും. അത്രയും ഓക്കെ. അല്ലാത്ത സമയത്തും ആ വിരലുകൾ പല സ്ഥലങ്ങളിലും തട്ടുന്നുണ്ടാവും, പക്ഷെ അത് നമ്മൾ അറിയ പോലുമില്ല. ഈ മുറിവുള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോ തട്ടലും ഓരോ തലോടലും നമ്മൾ അറിയുന്നത്. അതൊരു വേദനയായിട്ട് തന്നെ നമുക്കറിയും, അല്ലെ? ആ മുറിവിൽ ഒരു തലോടൽ പോലും നമുക്ക് വേദനയാവും, വിഷമാവും. അപ്പം എന്ത് വേണം? നമ്മുടെ ഹൃദയത്തിന്റെ ഈ മുറിവ് നമുക്ക് ഉണങ്ങണം. എന്തുകൊണ്ടാണ് ഹീലിംഗ് ആവശ്യമുള്ളത്? അള്ളാഹു നമ്മളെ വേദനയിൽ ജീവിക്കാൻ വേണ്ടി സൃഷ്ടിച്ചിട്ടൊന്നുമില്ല. വേദന ഉണ്ടാവും, പക്ഷെ അവയിൽ കുടുങ്ങി ജീവിക്കാനൊന്നുമല്ല അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. മുത്മഇന്നയായ ഹൃദയം, അല്ലെങ്കിൽ സമാധാനമുള്ള ഹൃദയം എന്ന് പറയുന്നത് പഴയ മുറിവുകളുടെ തടവുകാരിയായിട്ട് ജീവിക്കുന്നതല്ല, മറിച്ച് ഹൃദയമൊക്കെ മുറിവ് മാറ്റി ഉണക്കി നല്ല സൂപ്പർ പുതിയ ഹൃദയവുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. എങ്ങനെയാണ് ഇമോഷണൽ ഡീറ്റോക്സ് ചെയ്യാൻ? ഒരു പേപ്പർ എടുക്കുക, നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങൾ എഴുതുക, എന്നിട്ട് അതിൽ ഹൃദയത്തിലെ ഭാരം മാത്രം എഴുതുക. ആരൊക്കെയാണ് വേദനിപ്പിച്ചത് അവർക്കൊക്കെ പുറത്തു കൊടുക്കുക, പൊരുത്തപ്പെട്ട് കൊടുക്കുക. അവസാനമായിട്ട് ഇന്നെ വേദനിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം എഴുതുക. എഴുതിയതിന് ശേഷം നമ്മുടെ കുറെ പരാജയങ്ങൾ ഉണ്ടാവും, അത് നമുക്ക് വേദനകളാവും. നമ്മളെ മുഴുവനാക്കാത്ത ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും, നമ്മളെ ഇപ്പോഴും എത്തിപ്പെടാത്ത കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഇനി എന്ന് എത്തുമെന്ന് അറിയാത്ത, പക്ഷെ ഞാൻ അത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അത് എനിക്കൊരു വേദനയായിട്ട് എൻ്റെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്നും പോയ, മരിച്ചു പോയവര്, അല്ലെങ്കിൽ ദൂരെയായി പോയവര് ആ വേദന അനുഭവിക്കുന്നുണ്ടാവും, അല്ലെ? ലോൺലിനെസ്, ഒറ്റപ്പെടല്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതാം. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ വേദനിപ്പിക്കുന്നുണ്ടോ അത് മുഴുവനും നിങ്ങൾ എഴുതാം. അവസാനം അള്ളാഹുവിനോട് തുറന്ന് സംസാരിക്കാം. ഒരു ഫോർമൽ ദുആ ആവശ്യമില്ല അവിടെ. നമ്മൾ മലയാളത്തിൽ നമ്മളൊരു ഫ്രണ്ടിനോട് പറയുന്ന പോലെ, അള്ളാഹുവേ, ഇത് എന്നെ വേദനിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ വേദനിപ്പിക്കുന്നുണ്ട്, എനിക്കിത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, എന്റെ ഹൃദയം സുഖപ്പെടുത്തണേ, അള്ളാഹുവിനോട് തുറന്ന് സംസാരിക്കാം. അതേപോലെ ആ എഴുതിയതിന് താഴെ അവസാനമായിട്ട് എഴുതാം, അള്ളാഹുവേ, ഞാൻ ഇതെല്ലാം എന്നെ വേദനിപ്പിച്ചവർക്കെല്ലാം പൊരുത്തപ്പെട്ട് കൊടുക്കാണ്, എന്റെ ഹൃദയത്തിലെ മുറിവുകൾ ഉണങ്ങാൻ വേണ്ടിയിട്ട്.
നിന്നിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇതിലും നന്നായിട്ട് നല്ല സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ ഹാപ്പി ആയി ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നു. എന്റെ ഹൃദയത്തിലെ മുറിവിനെ ഉണക്കി തരണേ റബ്ബേ, എന്റെ തെറ്റുകളെ പുറത്തു തരണേ റബ്ബേ. ഈ രീതിയിൽ എഴുതാം. എന്നിട്ട് നിങ്ങൾ ക്ഷമിക്കാൻ തീരുമാനിക്കുക. ക്ഷമിക്കുന്നത് തെറ്റ് ശരിയാണ് എന്ന് പറയലൊന്നല്ല. ഓക്കെ, നിങ്ങളെടുത്തായിരുന്നു ശരി, പക്ഷെങ്കിൽ നിങ്ങൾ വേദനിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ? അപ്പം നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുന്നു എന്നുള്ളത് ഒരിക്കലും അവര് ശരിയായിരുന്നു എന്ന് പറയലൊന്നല്ല. ക്ഷമിക്കുന്നത് ആ വേദനയുടെ അടിമയായി ഇനി ജീവിക്കില്ല എന്നുള്ള തീരുമാനമാണ്. കരയേണ്ടി വന്നാൽ കരയാം. കരയുന്നതൊന്നും ഒരു വീക്ക്നെസ് അല്ല, ഹൃദയം ശുദ്ധമാകാനുള്ള മാർഗാണ്, ശുദ്ധമാകുന്ന ഒരു മാർഗാണ്. എന്നെ കൂടുതൽ വേദനിപ്പിച്ച സംഭവം എന്താണെന്ന് എഴുതുക. ഞാൻ ഇപ്പോഴും വിട്ടുകളയാതെ പിടിച്ചിരിക്കുന്ന വിഷമം എന്താണ്? ഞാൻ ആരെങ്കിലും ക്ഷമിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ക്ഷമിക്കേണ്ടതുണ്ടോ? അള്ളാഹുവിനോട് ഏൽപ്പിക്കാൻ ഞാൻ തയ്യാറായ ഒരു ഭാരം എന്താണ്? ഇന്നത്തെ ടാസ്ക് നിങ്ങളെ ഹേർട്ടായ കാര്യങ്ങൾ എഴുതുക, വേദനിപ്പിച്ച കാര്യങ്ങൾ എഴുതുക, 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അള്ളാഹുവിനോട് 10 മിനിറ്റ് സ്വകാര്യമായിട്ട് ദുആ ചെയ്യുക, 100 ഇസ്തിഗ്ഫാർ ചൊല്ലുക. യാ അള്ളാ എന്റെ ഹൃദയം സുഖപ്പെടുത്തണേ എന്ന് ഒരു 50 പ്രാവശ്യമെങ്കിലും പറയാം, ഒരുപാട് തവണ പറയാം. ചില മുറിവുകള് സമയം സുഖപ്പെടുത്തൂല, അത് അള്ളാഹു ആണ് സുഖപ്പെടുത്തുന്നത്. നമ്മൾ വിചാരിക്കും കുറെ കാലം കഴിഞ്ഞാൽ ഇതാണ്ട് മറന്നോളും, പക്ഷെ മറക്കൂല. അത് ഉള്ളിൽ തന്നെ കിടക്കും. നമ്മളെ വേദനകൾ നമ്മള് മണ്ണിട്ട് മൂടേണ്ടതല്ല, അത് പറിച്ചു കളയേണ്ടവയാണ്. ഓക്കെ, അവ അള്ളാഹുവിന്റെ മുന്നിൽ വെക്കുക. കാരണം അവൻ മാത്രമാണ് ഹൃദയങ്ങളുടെ യഥാർത്ഥ ചികിത്സകൻ. ഒന്ന് ചിന്തിച്ചു നോക്കാം, മറ്റുള്ളവരുടെ വാക്കാലെ മുറിഞ്ഞ മുറിവുകളൊക്കെ നമ്മൾ പഞ്ഞി വെച്ച് എത്ര കെട്ടിയാലും, അല്ലെങ്കിൽ എത്രയൊക്കെ മണ്ണിട്ട് അല്ലെങ്കിൽ ചരലിട്ട് മൂടാൻ ശ്രമിച്ചാലും ആ മുറിവുകൾ അവിടെ ഉണ്ട്. പക്ഷെങ്കിൽ അതെല്ലാം മാറ്റി, ചരൽക്കല്ലുകളും മണ്ണുകളും മറ്റെല്ലാം മാറ്റി ആ മുറിവിനെ ക്ലീൻ ചെയ്ത് അവിടെ നിർത്തി കഴിഞ്ഞാൽ അള്ളാഹു അതിനെ നമുക്ക് ഉണക്കി തരും, ഒരു പുതിയ ഹൃദയമാക്കി മാറ്റി തരും. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു ആണ് ഹൃദയങ്ങളുടെ യഥാർത്ഥ ചികിത്സകൻ. ഇൻഷാ അള്ളാഹ് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ പൂർണ്ണമായും വേദനകളിൽ നിന്ന് മുക്തമാക്കിക്കൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസ്ഥ ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും താഴെ കാണുന്ന ലിങ്ക്, ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാം, ആ ലിങ്കിൽ കയറിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. 2 കോഴ്സുകൾ ഉണ്ട്, ഖുർആൻ ക്ലാസ് ഉണ്ട്, അതേപോലെ തന്നെ മുത്തുമൈന ക്ലാസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതിനനുസരിച്ച് ഞങ്ങൾ നടത്തുന്ന കോഴ്സുകളുടെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടാനും നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാ അള്ളാഹു നമ്മളെ മനസ്സമാധാനമുള്ള ഹൃദയങ്ങളാക്കി മാറ്റി തരുമാറാകട്ടെ. നമ്മൾക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും അവിടെ മനസ്സമാധാനത്തോടെ സ്വർഗത്തിലേക്ക് എത്താനും അവിടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്നും ഹൗലുൽ കൗസറിലെ വെള്ളം വാങ്ങി കുടിക്കാനും എല്ലാം ഉള്ള ഭാഗ്യം തരുമാറാകട്ടെ. ആ ഒരു അവസരം അള്ളാഹു നമുക്ക് എല്ലാവർക്കും തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.